രോഹിതേട്ടാ, പല സമൂഹ മാധ്യമങ്ങളിലും നമ്മൾ കണ്ടൊരു കാര്യമാണ് മാംസ കച്ചവടം. അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള റീലുകളും അങ്ങ് ബാംഗ്ലൂരിലൊക്കെ ചില റീൽസ് കാണുന്ന സമയത്ത് ഇതങ്ങ് ബാംഗ്ലൂരിലല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേരളത്തിലും ആലുവ, പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ, അത് മാത്രമല്ല കേരളത്തിലെ പല ജില്ലകളിലും മാംസ കച്ചവടം സുലഭമായി നടക്കുന്നു. ഇവിടുത്തെ പോലീസ് നീതിപീഠത്തിന് കണ്ണ് കെട്ടിയിരിക്കുകയാണോ? ഇതൊന്നും എന്താ കാണാൻ സാധിക്കാത്തത്? ഈ ആലുവ പെരുമ്പാവൂർ മേഖലയിലെ മാംസ കച്ചവടം എന്ന് പറയുമ്പോൾ ജീവിക്കാൻ വേണ്ടി ഒരു 500 രൂപയ്ക്ക് 200 രൂപയ്ക്കും ഒക്കെ വേണ്ടി നടത്തപ്പെടുന്ന മാംസ കച്ചവടത്തിന്റെ കഥകളാണ്. ഇതിനും അപ്പുറത്തേക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഒക്കെ നടക്കുന്ന വലിയ രീതിയിലുള്ള ലക്ഷങ്ങൾ വെച്ചിട്ടുള്ള മാംസ കച്ചവടവും വേറെയുണ്ട്. അതുകൂടാതെ സ്പാ സെന്ററുകളുടെ മറവിൽ നടക്കുന്ന മാംസ കച്ചവടം എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി സ്ത്രീ ശരീരവും ഇന്നിന്റെ കാലത്ത് പുരുഷ ശരീരവും വിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആതിര വോട്ട് ചെയ്തോ? ഇല്ല, വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വോട്ട് ചെയ്യാൻ പോകാൻ പറ്റിയില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ വോട്ട് ചെയ്തു. മലയാളികളെല്ലാം വോട്ട് ചെയ്ത ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെയൊക്കെ ക്ഷീണത്തിൽ രാവിലെ എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ചർച്ച ചെയ്യുന്നതാണ്. ഇത് ചർച്ചയ്ക്ക് ആധാരം എന്ന് പറയുന്നത് ഓൺലൈൻ സെക്സ് റാക്കറ്റിലെ വൻ സംഘത്തിലെ 3 പേർ പിടിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് മനോരമയിൽ വന്നൊരു വാർത്തയാണ്. തൃശൂർ ഗുരുവായൂർ സ്വദേശികളായ അജയ് വിനോദ്, MJ ജോഷിൻ, രഞ്ജിത്ത് എന്നീ 3 പേരാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പെൺ ശരീരങ്ങൾ വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതൊരു വലിയ വാർത്തയാക്കി, ഒരു 3 വാർത്തയാക്കി മനോരമയിൽ പ്രിന്റ് ചെയ്ത് വന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നു. ഇത് പിടിക്കപ്പെട്ട 3 24 വയസ്സുള്ള 2 പയ്യന്മാരും 42 വയസ്സുള്ള ഒരാളും ചേർന്ന് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം, ഇതിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിനായ ഒരു സ്ത്രീ ഒളിവിൽ പോയിട്ടുണ്ട്, ഒരു പെൺകുട്ടി ഒളിവിൽ പോയിട്ടുണ്ട് എന്നാണ്. 10,000-ഓളം പേരെ ഗ്രൂപ്പുകളിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ആവശ്യക്കാർ അവരെ ബന്ധപ്പെട്ടാൽ ഇത് ഏജന്റുമാരുടെ ഒരു വലിയ ഗ്രൂപ്പാണ്. കേരളം മുഴുവനുള്ള ഏജന്റുമാർ, ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ആവശ്യക്കാർ, എനിക്ക് ഒരു പെണ്ണ് വേണം അല്ലെങ്കിൽ ഒരു ആണിനെ വേണം എന്ന് പറഞ്ഞ് ഇവരെ ബന്ധപ്പെട്ടാൽ ഇവര് അതാത് സ്ഥലങ്ങളിലെ ബ്രോക്കർമാരുമായി കണക്ട് ചെയ്ത് ഇവർ പറയപ്പെടുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇവർ പരിചയമുള്ള ലോഡ്ജുകളിലോ പെൺ ശരീരങ്ങളും ആൺ ശരീരങ്ങളും എത്തിച്ച് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് വലിയ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാർ മുതൽ പണക്കാർ വരെ ഉണ്ട്. എല്ലാ റേഞ്ചിലുമുള്ള ആളുകൾ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ചില സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ എന്ന് വാഴ്ത്തിപ്പാടുന്ന ചില ആളുകളൊക്കെ ചെയ്യുന്ന ചില റീലുകൾ കാണുമ്പോൾ നമുക്ക് ചിരി വരും. തിരുവനന്തപുരത്ത് 2 മണിക്കൂർ നേരത്തേക്ക് 499 രൂപയ്ക്ക് AC റൂം. എറണാകുളത്ത് 1 മണിക്കൂർ നേരത്തേക്ക് 299 രൂപയ്ക്ക് AC റൂം. നിങ്ങൾ കപ്പിൾസോ ബാച്ചിലേഴ്സോ എന്തുമായിക്കൊള്ളട്ടെ, വിവാഹിതരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മളിപ്പോ ഞാൻ എല്ലാത്തിനും കുറ്റമായി കാണുമല്ലോ. ഞാനിപ്പോ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നിന്ന് കൊട്ടാരക്കരയിലേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ എനിക്ക് പത്തനംതിട്ട വഴിയാണ് പോകേണ്ടത്. കാരണം എനിക്ക് അടൂര് ഒരാളെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ പോയ വഴിക്ക് എൻ്റെ മീറ്റിംഗ് മാറി. ഞാൻ രാവിലെ ധൃതി വെച്ച് ഇറങ്ങിയത് കൊണ്ട് എൻ്റെ കണക്കൂട്ടൽ എന്താണെന്ന് വെച്ചാൽ കൊട്ടാരക്കര എൻ്റെ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് ചെയ്തിട്ട് തിരിച്ച് അടൂര് പോയി അയാളെ കാണാം എന്നുള്ള കണക്കൂട്ടലാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോയപ്പോൾ എന്തായാലും എൻ്റെ പരിപാടി മുടങ്ങി. എനിക്ക് വൈകുന്നേരമേ ഉള്ളൂ. ഞാൻ എന്നാൽ പകുതി വഴി കഴിയുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വാഹനം ഓടിക്കുന്ന ആളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നമുക്ക് മലയാളപ്പുഴ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് പോകും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ വഴിയിലെങ്ങാണം വല്ല പമ്പയാറോ മണിമലയാറോ കാണുവാണെങ്കിൽ ഇറങ്ങി കുളിക്കാന്ന് കുളിച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ എന്തായാലും ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. വണ്ടി മലയാളപ്പുഴ എത്തുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുന്നൊരു ചെറിയൊരു ലോഡ്ജുണ്ട്, ഒരു 10 റൂമുകളുള്ള ഒരു കുഞ്ഞു ലോഡ്ജുണ്ട്. ഞാൻ അവിടെ പോയി 500 രൂപ കൊടുത്ത് അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സും മാറി ക്ഷേത്രത്തിൽ കയറി തൊഴുത് 1 മണിക്കൂർ കൊണ്ട് അവിടെ വിട്ട് പോവുകയും ചെയ്തു. സ്വാഭാവിക ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ 1 മണിക്കൂറത്തേക്ക് 2 മണിക്കൂറത്തേക്ക് റൂം എടുക്കാറുണ്ട്. ചേട്ടൻ ഈ പറഞ്ഞത് ഈ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന റീൽസുകളെ പറ്റിയിട്ടാണ്. ഞാനത് പറഞ്ഞോട്ടെ, പറഞ്ഞ് തീർത്തിട്ട് അതിന് പറ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെയുള്ള ആവശ്യഘട്ടങ്ങളിൽ 1 മണിക്കൂർ 2 മണിക്കൂറേക്ക് റൂം എടുക്കുന്നവരെയൊക്കെ നമുക്കറിയാം. പക്ഷെ ഇത്രയും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയ ചെറുപ്പക്കാരെ വെച്ച് ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാ? നിങ്ങൾ കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് റൂമുണ്ട്, നിങ്ങൾ വിവാഹിതരാകണം നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ 2 മണിക്കൂർ 3 മണിക്കൂറത്തേക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് ശാരീരികമായി ബന്ധപ്പെടാനുള്ള റൂമുകളാണ് ഇവര് വിൽക്കുന്നത്. യാതൊരുവിധമായ റിസ്കുള്ള സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ടാണ് ഈ റൂമുകൾ സെല് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, മസാജ് സെന്ററുകൾ കൊച്ചിയിൽ മാത്രം 700 ചില്ലുവാനം മസാജ് സെന്ററുകളുണ്ട്. എല്ലാ മസാജ് സെന്ററുകളെയും സ്പാ സെന്ററുകളാണ്, മസാജ് സെന്ററുകളല്ല. ഞാൻ മോശക്കാരാണെന്ന് പറയുന്നില്ല. പക്ഷെ ഇതിലെ ബഹുഭൂരിപക്ഷം സ്പാ സെന്ററുകളിൽ നടക്കുന്നത് പച്ചയായ മാംസ കച്ചവടമാണ്. അപ്പോൾ അവിടെ ഒരു പാർട്ട്ണറെ മാത്രമൊന്നുമില്ല. അവിടെ ചെന്ന് പണം കൂടുതൽ കൊടുത്താൽ 2 പേരുമായി ഇപ്പോൾ 3-സമോ 4-സമോ ഒക്കെ വേണമെങ്കിൽ അതെല്ലാം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കി കൊടുക്കുന്നു. അവിടെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾ കേട്ടിട്ടില്ലാത്ത പുതിയ ട്രെൻഡ് അനുസരിച്ച് പോകാത്ത സോഷ്യൽ മീഡിയയിൽ, അതായത് ഈ പോൺ ഹബ്ബുകളിൽ പോൺ സൈറ്റുകളിൽ വരുന്ന ട്രെൻഡിനനുസരിച്ച് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന വൻകിട പ്രസ്ഥാനങ്ങൾ, വൻകിട സ്ഥാപനങ്ങൾ ഇന്ന്
കൊച്ചി നഗരത്തിൽ മാത്രമല്ല ചെറുകിട മേഖലകളിൽ പോലും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊട്ടാരക്കരയിൽ എന്റെ നാട്ടിൽ വെച്ചിട്ട് ഞാൻ ഇലക്ഷൻ വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാട്ടിലായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ അടുത്തിരുന്ന ആൾ പറയാം, ഇത്ര വലിയ അതിശയമൊന്നുമല്ല, കൊട്ടാരക്കരയിൽ പോലും ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. സ്ഥാപനങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സ്പാ സെന്ററുകളാണ്. സ്പാ സെന്ററുകളിൽ പോവുക, 2000 2500 രൂപ കൊടുക്കുക, 1 മണിക്കൂർ നേരത്തേക്ക് ഒരാളെ അവർ കൊടുക്കും. ചിലര് പച്ചയ്ക്ക് പറയും സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ പച്ചയ്ക്ക് പറയും, ചിലർ പറയും ഇവിടെ വന്ന് അയാളോട് സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ അതിന് എക്സ്ട്രാ ടിപ്പ് കൊടുക്കുക. അതിന് എനിക്കിപ്പോ ആദ്യം മുൻനിർത്തിക്കൊണ്ട് എനിക്കത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിന് പല കോഡ് ഭാഷകളും ഡയറക്റ്റ് ഭാഷകളും ഉണ്ട്. അതിന് പണ്ട് കാലത്ത് സിനിമയിലൊക്കെ ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ ഒരു ചേച്ചി കാണും, അവിടെ ഈ പറയുന്ന നീല വെളിച്ചം കത്തിച്ചിടും. ഈ ഒരു കഥകളൊക്കെ കേട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്പാ സെന്ററുകൾ തന്നെ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഇഷ്ടാനുസൃതം തെരഞ്ഞെടുക്കാന്നുള്ളത് റെഡ് സ്ട്രീറ്റിന്റെ മറ്റൊരു മിനി വേർഷൻസ് ഒക്കെയാണ്. അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കൊച്ചിയിൽ റെഡ് സ്ട്രീറ്റിനെ പറ്റി പറഞ്ഞു. ഞാനീ പറഞ്ഞുകൊണ്ട് അടച്ചുറപ്പുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന മാംസക്കച്ചവടമാണ്. ഇനി അതിന് പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. പെരുമ്പാവൂരിൽ അല്ലെങ്കിൽ പോട്ടെ, പെരുമ്പാവൂർ വിടും, ആലുവ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ മലയാളികളായ ഒരു വിഭാഗം ശരീര കച്ചവടക്കാർ ഡയറക്ട് സെല്ലിംഗ് മറ്റേതൊക്കെ ഏജൻസി സെല്ലിംഗ് ആണെങ്കിൽ ഇത് ഡയറക്ട് സെല്ലിംഗ്. ഇപ്പുറത്ത് ബംഗാളിൽ നിന്ന്, അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഒരു കൂട്ടം ആളുകൾ, അതിന്റെ ഇപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു കൂട്ടം ആളുകൾ, ഇനി ഇതൊന്നും കൂടാതെ ട്രാൻസ്ജെൻഡേഴ്സ് ആയ ഒരു കൂട്ടം ആളുകൾ. അപ്പൊ 4 ടൈപ്പ് ഓഫ് വെറൈറ്റി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ആളുകൾ. അവർക്ക് റൂമോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. അവർക്ക് എവിടെയെങ്കിലും ഒരു ഒളിവോ മറവോ ഉള്ള ഒരു സ്ഥലത്ത് പോയി കാര്യം സാധിച്ച് മടങ്ങിപ്പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി ആലുവയിൽ നിന്ന് വണ്ടി എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ കളമശ്ശേരിയിൽ ലോറി സ്റ്റാൻഡിന്റെ ഓരോ ലോറികൾക്കിടയിൽ അവിടെ ഒരു 10-30 ലോറികൾ കണ്ടർ റോഡ് ആയതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. എപ്പോഴും ഓരോ ലോറിക്കിടയിലും ഇവർ കാത്തു നിൽക്കും. അത് കൂടുതലും ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ രാവിലെ രാത്രി വേഷം ധരിച്ച് അവിടെ കാത്തു നിൽക്കും. ലോറി ഡ്രൈവർമാരും ദീർഘദൂരം ഓടുന്ന ആളുകളും ഒക്കെയാണ് ഇതിന്റെ ഒരു ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. ഇനി കളമശ്ശേരിയിൽ നിന്ന് നേരെ വാഹനം ഒഴിച്ച് ഇടപ്പള്ളി കഴിഞ്ഞ് കലൂരേക്ക് പോകുന്ന വഴിയിൽ ഓരോ മെട്രോ പില്ലറുകൾക്ക് സമീപവും ആളുകളെയും കസ്റ്റമേഴ്സിനെയും കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം. ഇനി KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരം, അവിടെ കനാൽ റോഡ്, ഈ മേഖലകളിലൊക്കെ പാലാരിവട്ടം, ഈ മേഖലകളിലൊക്കെ പാലാരിവട്ടത്തിന്റെ പാലത്തിന്റെ താഴ്ചന്ന് നിൽക്കാനാണോ എന്ന് തമാശയ്ക്ക് നമ്മൾ പല രീതികളിലും കണ്ടിട്ടുണ്ട്. പാലാരിവട്ടം പാലത്തിനേക്കാൾ ഇത് കൂടുതലായിട്ടുള്ളത് കളമശ്ശേരിയിലും കലൂരുമാണ്. അപ്പൊ ഇത്തരം മേഖലകളിലൊക്കെ കൃത്യമായി ഇവരെ കാണാൻ കഴിയും. ഇപ്പൊ രാത്രിയിലൊക്കെ ഞാനിതിപ്പോ പറയുമ്പോൾ ആളുകൾ ഇവൻ ഇതൊക്കെ തേടി പോകുന്ന ഒരാളാണ്. അങ്ങനെയല്ല, നമ്മൾ രാത്രിയിൽ 12 മണിക്ക് 1 മണിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ താമസിക്കുന്ന കടവന്ത്രയിലേക്ക് ആലുവയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകളെ പറ്റിയാണ് ഇനി പറയുന്നത്. ഇനി നമ്മുടെ തന്നെ മറ്റൊരു എന്റർടൈൻമെന്റ് ചാനലിന്റെ ഭാഗമായിട്ട് ഒരു പ്രാങ്ക് ഷോയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒരു സ്റ്റാഫ് സ്ത്രീവേഷം കെട്ടി ആലുവയിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോ എത്ര വാഹനങ്ങളാണ് അയാളെ സമീപിച്ചത് എന്നുള്ളത്. കസ്റ്റമേഴ്സിനകത്തിൽ ഇപ്പൊ രോഹിതേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ പറയുന്ന സ്ത്രീകൾ, അതേപോലെ ട്രാൻസ്, പിന്നെ അതിനകത്തിൽ തന്നെ ബംഗാള സ്ത്രീകളുണ്ട്, കേരള സ്ത്രീകളുണ്ട്, എല്ലാ വ്യത്യാസം തന്നെ പുരുഷന്മാരും ഈ രംഗത്തേക്ക് ഇറങ്ങുന്നതായിട്ടു. അപ്പൊ അന്ന് ആ ഒരു പ്രാങ്ക് ഷോയുടെ ഭാഗമായിട്ട് അയാൾ പറഞ്ഞതാണ്, കുഴപ്പമില്ല, പുരുഷന്മാരും ഓക്കെയാണ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഓപ്ഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അന്നാണ് മനസ്സിലാക്കുന്നത്. സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഈ റോഡ് സൈഡിൽ നിൽക്കുന്നവരോടൊക്കെയുള്ള എനിക്കുള്ള ഒരു മമതയും കടപ്പാടും എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ അടുത്ത് ചെന്ന് ഇവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് കൊണ്ട് നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് സ്വസ്ഥമായി ഇറങ്ങി നടക്കാൻ, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് സ്വസ്ഥമായി ഇറങ്ങി നടക്കാൻ സാധിക്കുന്നു എന്നൊരു ഒരു പോസിറ്റീവ് വശം കൂടി അതിനകത്തുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാടിന് ചേർന്നതാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കണ്ണു തുറക്കുന്നില്ല എന്ന് ചോദ്യം പാക്കേണ്ടി. ഇനി ഇൻസ്റ്റാഗ്രാമുകളിൽ റീലിട്ട് മീറ്റപ്പുകൾ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് ദുബായിലാണെങ്കിൽ നാളെ ബഹ്റിനിൽ, മറ്റന്നാ കൊച്ചിയിൽ, അതിന്റെ പിറ്റേന്ന് കോഴിക്കോട്. ഇത്തരത്തിൽ ഇവര് മാസ്ക് വെച്ചിട്ട് ഇവരുടെ മാദക ശരീരങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കാലും നഖങ്ങളും ഒക്കെയാണ് ഓരോരുത്തരുടെയും ഫാന്റസിക്ക് അനുസരിച്ച് ഇവയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകൾ വലിയ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഈ എല്ലാ മേഖലകളിലും നടക്കുന്നില്ലേ എന്ന് വെച്ചാൽ, ഇപ്പോ സാധാരണക്കാരിലാണെങ്കിൽ സാധാരണക്കാർ ഇതേപോലെ ഓഫർ വെച്ചിട്ട് ഇങ്ങനെ സ്ഥാപനങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മേഖലകൾ, സിനിമാ മേഖലകളിലാണെങ്കിൽ ആ രീതികളിലെ ഏജന്റുകൾ ഉണ്ടാവും. അത് പുറത്തേക്ക് അറിയുന്നില്ല എന്നൊരു വ്യവസ്ഥ മാത്രമല്ലേ ഉള്ളൂ. എല്ലാ മേഖലയിലും ഉണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ പറയാം, ബന്ധങ്ങൾക്ക്, റിലേഷൻഷിപ്പുകൾക്കൊന്നും വലിയ കാര്യമില്ലാത്ത കാര്യമാണ്. ഒരാൾക്ക് അവരുടെ ശാരീരികമായി മാനസികമായി ഉണ്ടാകുന്ന നീഡിന് വേണ്ടി മറ്റൊരാളെ ഉണ്ടാക്കുന്നു. ഇങ്ങനെ പാർട്ണർമാരെ ഉണ്ടാക്കാൻ പറ്റാത്ത ആളുകൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ തേടിപ്പോകുന്നു. ഇനി ഒരു പാർട്ണറിൽ തൃപ്തിപ്പെടാത്തവർ, 2 പാർട്ണറിൽ തൃപ്തിപ്പെടാത്തവർ, 3 പാർട്ണറിൽ തൃപ്തിപ്പെടാത്തവർ ഇത്തരം സംവിധാനങ്ങളെ തേടി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ഒരു ദിവസം കുറെ പയ്യന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞാണ്, ഒരു പയ്യൻ 20-21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ തിരുവനന്തപുരത്ത് പോയ സമയത്ത് ഇതുപോലെ ഒരു വ്യഭിചാരശാലയിൽ പോയ കഥ പറയും.
ഏതാണ്ട് ഇപ്പൊ 40 വയസ്സും കണ്ടുള്ള ഒരു സ്ത്രീക്ക് അരമണിക്കൂർ നേരത്തേക്ക് 1000 രൂപ കൊടുത്തിട്ട് ഇവൻ അവരിൽ പോയി സുഖം കണ്ടെത്തിയിട്ട് തിരിച്ചു വന്നു. ഞാൻ ആലോചിക്കുകയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാം? അരമണിക്കൂർ നേരത്തേക്ക് 1000 രൂപ കൊടുത്ത് ഇതിന് നിന്ന് കൊടുക്കുന്ന ആ സ്ത്രീ ഇവൻ ചെല്ലുന്നതിന് മുമ്പും പിമ്പും എത്ര പേരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം? ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് ഈ പയ്യന്മാർ അല്ലെങ്കിൽ പെൺകുട്ടികൾ ചിന്തിക്കാത്തത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇപ്പൊ സ്പാ സെന്ററുകളിലേക്ക് വരുമ്പോൾ സ്പാ സെന്ററുകളിൽ ജോലിക്ക് നിൽക്കുന്നത് കൂടുതലും അന്യനാടുകളിൽ നിന്ന് കൊച്ചിയിലേക്കൊക്കെ ജോലിക്ക് എത്തുന്നവരും അല്ലാതുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ മനസ്സിലാക്കുന്ന ഇവരുടെ തൊഴിലിനൊപ്പം ഒരു എക്സ്ട്രാ വരുമാനമാണ്. ഒരു മണിക്കൂർ നേരം സ്പെൻഡ് ചെയ്താൽ ഒരു 2000-5000 രൂപയുമായിട്ട് പോകാൻ സാധിക്കും. ഒരു ദിവസത്തെ പണിക്കൂലിയില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. ഒരു മണിക്കൂർ നേരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ കിട്ടുന്ന വലിയ തുക. ആ വലിയ തുകയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്. പക്ഷെ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? പണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു സ്റ്റോറി ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഈ തൊഴിൽ ചെയ്യുന്ന ഒരാളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കഥ, ഒരു ദിവസം 18 പേരോടൊപ്പം ബന്ധപ്പെട്ട ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ്. 18 പേരുമായി ശാരീരികമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. പെൺകുട്ടിയല്ല, ഒരു 10-40 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. കാരണം അന്ന് 2-3 പേരുണ്ടായിരുന്ന സെന്ററിൽ അവർ മാത്രമായിരുന്നു ജോലി. അപ്പോൾ സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. 18 പേരോട് വരെ ശരീരം പങ്കുവെച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സെക്സ് ആക്ടുകൾ അവിടെയും ഇവിടെയും പിടിക്കുന്ന ഇത്തരം വാർത്തകൾ ഇത് വെറും പ്രഹസനം മാത്രമാണ്. നിയമ സംവിധാനങ്ങൾ കണ്ണു തുറക്കേണ്ടത് ആവശ്യം തന്നെയാണ്.